ഇന്ത്യയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം. ദ ഗ്രാൻഡ് ഇന്ത്യൻ റേസിൽ നരേന്ദ്രമോദി എഡിഷൻ 3. മണിക്കൂറുകൾക്കകം മൂന്നാം എൻഡിഎ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. രാത്രി 7:15 സമയം. രാത്രി 7:15 നടക്കുന്ന ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ നിയുക്ത കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു കഴിഞ്ഞു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയ മുതിർന്ന മുൻ കേന്ദ്രമന്ത്രിമാർ ഈ മന്ത്രിസഭയിലും തുടരും. JDUവിനും TDPക്കും 2 മന്ത്രിമാർ വീതമാണ് നൽകുക. 12 ഘടകകക്ഷി മന്ത്രിമാരാണ് മൂന്നാം മോദി മന്ത്രിസഭയിലുള്ളത്. മൂന്നാം NDA മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും മന്ത്രിയാകാൻ പോകുന്നു. മോദിയുടെ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സുരേഷ് ഗോപി കുടുംബസമേതം ദില്ലിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതലൊന്നും അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇല്ല, കാരണം അവിടെ എത്തി വേഗം എത്താൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് വഴി വേണേ, ഇല്ല, അതെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുക, അവരത് നൽകും, അത്രയേ ഉള്ളൂ. നോബിൾ മാരിക്കാരനുണ്ട്, ശരത് കെ ശശിയുമുണ്ട്. ഓക്കെ, നോബിൾ മാരിക്കാരൻ, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയ ഒരു മൊമെന്റിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. മൂന്നാമത് ഊഴത്തിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ, അത് സഖ്യകക്ഷികളുടെ പ്രാതിനിധ്യമുള്ളൊരു മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ, എണ്ണം പറഞ്ഞ 12 മന്ത്രിമാരാണ് സഖ്യകക്ഷികൾക്കുള്ളത്. അതിലിപ്പോൾ അജിത് പവാറിന് സഹമന്ത്രി സ്ഥാനം എന്നത് കേട്ട് അദ്ദേഹം പിണങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആദ്യം ഒന്ന് വിശദീകരിക്കൂ. അജിത് പവാർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ? നമുക്ക് എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ? സഹമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജിത് പവാർ വിഭാഗത്തിന് നേരിയ പിണക്കം ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പ്രധാനമായും അത്തരത്തിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം നൽകാൻ കഴിയില്ല എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം BJPയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രഫുൽ പട്ടേൽ മുൻപ് കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നു. അതിനാൽ സഹമന്ത്രി സ്ഥാനം വേണമെന്നായിരുന്നു NCPയുടെ നിലപാട്. ആ നിലപാട് ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് BJP നേതൃത്വം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് JDU, TDP അടക്കമുള്ള പാർട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകേണ്ട സാഹചര്യം വന്നിട്ട്, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ നൽകേണ്ട സാഹചര്യം വന്നിട്ട്, അതോടൊപ്പം തന്നെ ആ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അജിത് പവാർ പക്ഷത്തിന് അത്തരത്തിൽ ഒരു മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് നേതൃത്വം അറിയിച്ചു. അതിന്റെ പിണക്കത്തിലാണ് അവർ. പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് എന്താണെങ്കിലും അവശേഷിക്കുന്ന കുറച്ച് സമയം മാത്രമാണ്. 7:15 ചടങ്ങുകൾ ആരംഭിക്കും. എന്താണെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ ഈ അജിത് പവാർ പക്ഷം ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ശോഭയെ കുറച്ചെങ്കിലും കെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും.